നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് നിന്ന് കത്തിക്കൊണ്ട് നിൽക്കുന്ന പ്രതിഷേധമാണ് CJPയുടേത്. ഒരു മാസമായി അവർ പ്രതിഷേധം സമരം തുടങ്ങിയിട്ട്. ഈ CJP പാർട്ടി അല്ലെങ്കിൽ അത് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് എന്ന് പറഞ്ഞ ജഡ്ജിയാണ് പറഞ്ഞത്, ഇന്ത്യയിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കോക്രോച്ചുകളെ പോലെയാണ്. അവർ ഈ സോഷ്യൽ മീഡിയ, മറ്റുള്ള മീഡിയ ഇതിലൊക്കെയാണ് അവർ ആക്റ്റീവായിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ ഒരു പ്രസ്താവന വന്നതിന് ശേഷമാണ് മെയ് 15, 2026 അഭിജിത്ത് ദീപ്കി CJP പാർട്ടി രൂപീകരിച്ചു. ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം വലിയൊരു തരംഗമായി മാറുകയായിരുന്നു. ഈ CJPയുടെ ഇൻസ്റ്റാഗ്രാം പേജ് 5 ദിവസം കൊണ്ട് 22 മില്യൺ ഫോളോവേഴ്സൊക്കെയാണ് കയറിയത്. ഇപ്പോൾ ഒരു മാസമായിട്ട് അവർ സമരത്തിലാണ്, കടുത്ത സമരത്തിലാണ്. ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഡെമോക്രസിയുടെ നാശമായിരുന്നു. ഇന്ത്യയിലെ ഡെമോക്രസിയുടെ കറുത്ത ദിവസമാണ്. ഡെമോക്രസിയുടെ ഇല്ല, ജനാധിപത്യമില്ല എന്ന് തെളിയുന്ന ഒരു ദിവസമായിരുന്നു. നിരവധി CJP പ്രവർത്തകർ അക്രമങ്ങളേറ്റ് ആശുപത്രികളൊക്കെയാണ്. അവരിപ്പോൾ സമരം നടത്തിയതെന്ന് വെച്ചാൽ 3 ഡിമാൻഡുകൾ നടപ്പിലാക്കണമെന്നാണ്. ഒന്ന്, സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. രണ്ടാമത്തത്, പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള സോനം വാങ്ചക്കിന് അദ്ദേഹത്തിൻ്റെ കേസുകൾ പിൻവലിക്കണം. മൂന്നാമത്തത്, പരീക്ഷാ ക്രമക്കേടുകൾ മൂലം ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കണം. ഈ 3 ഡിമാൻഡുകളാണ് അവർ കേന്ദ്ര സർക്കാരിന് എതിരെ സമരം ചെയ്യുന്നത്. ഈ 3 ഡിമാൻഡുകളും അംഗീകരിക്കണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനും ഒരു കോക്രോച്ചാണ്. ഇതിനെപ്പറ്റി പറഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മുടെ വാഗുണ്ടെങ്കിലും നമ്മൾ പ്രതിഷേധിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം അവർ സമരം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ടുമാണ് അവർ സമരം നടത്തുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ, ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സമരങ്ങളിലൂടെയാണ് പല അവകാശങ്ങളും നേടിയിട്ടുള്ളത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ജാതിയുടെ ഇതിലും മതത്തിൻ്റെ ഇതിലൊക്കെ സമരം ചെയ്ത് പോരാടിയാണ് അതെല്ലാം നേടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലൊരു പോരാട്ടമാണ് ഇന്ത്യ കണ്ടത് വെച്ച് ഏറ്റവും വലിയൊരു പോരാട്ടവും സമരമാണ് ഇന്നലെയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പാർട്ടിക്കാർ, ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആം ആദ്മി പാർട്ടിയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് രംഗത്തിറങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ സമരം, അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന ചെറുപ്പക്കാർ, സ്ത്രീകളും പുരുഷനും, ഇവരൊന്നും ഇന്ത്യയിൽ സംതൃപ്തരല്ല. കാരണം അവരാഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം അവർക്ക് കിട്ടുന്നില്ല. ഇപ്പം അതുപോലെ ഒരു സിനിമയുണ്ട്, ഇന്ത്യൻ 2. ആ സിനിമ ട്രോളാണ്. പക്ഷേ ആ സിനിമയിലെ കണ്ടൻറ്റ് വലിയതാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ആ സിനിമ അന്ന് ട്രോളായിരുന്നു. അതൊരു പൊട്ട കൺസെപ്റ്റാണ്, കണ്ടൻറ്റ് കൊള്ളത്തില്ലെന്ന്. പക്ഷേ ആ കണ്ടൻറ്റ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ സിനിമ പൊട്ടി. അതേപോലെ തന്നെ നമ്മുടെ ഭാവി ഇന്ത്യയിൽ സുരക്ഷിതമല്ല, അല്ലെങ്കിൽ അത് വളരുന്നുമില്ല. നമ്മുടെ ഫ്യൂച്ചർ എന്താകും, ഇന്ത്യയിൽ എന്താകും എന്ന് നമുക്കൊരു ഐഡിയയില്ല. കാരണം അത്രയ്ക്ക് നാശമാണ്. ഇപ്പം മോദി BJP സർക്കാർ വന്നിട്ട് 12 വർഷം ആകുന്നു. ഈ 12 വർഷം കൊണ്ട് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഇവരെന്ത് നേട്ടമാണ് കൊടുത്തിട്ടുള്ളത്? ഇവരുടെ ഭാവിക്ക് എന്ത് ഗുണം ഉള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത്? ഇവർ വന്നതിന് ശേഷം നാട്ടിൽ ഒരുപാട് അമ്പലങ്ങൾ വരികയും അതുപോലെ തന്നെ കള്ളസ്വാമിമാർ പെരുകയും ചെയ്യും. ഈ ഗജപോക്രി എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അല്ലു അർജുൻ്റെ. അതിൻ്റെ അകത്ത് വില്ലൻ്റെയും നായകൻ്റെയും ഒരുപാട് ഫിലോസഫി ആയിട്ടുള്ള, മോട്ടിവേഷനായിട്ടുള്ള ഡയലോഗുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നതാണ്, ലോജിക്ക് ആർക്കും വേണ്ട, എല്ലാവരും മാജിക്കിൻ്റെ പുറകിലാണ്. അതാണ് സയൻറ്റിസ്റ്റുകൾ പരാജയപ്പെടുന്നതും സ്വാമിമാർ ജയിക്കുന്നതും. അതുപോലെ തന്നെ ഈ BJP വന്നതിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല. അടിച്ച് തെറിപ്പിക്കും, തൂത്തുവാരി കളയും.
നോർത്ത് ഇന്ത്യയിൽ നമ്മളിപ്പം ഉത്തർപ്രദേശിലോ അതുപോലുള്ള പുണ്യ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കള്ളസ്വാമിമാർ താടിയും മുടിയും ഒക്കെ വളർത്തി ചിലത് നിങ്ങൾക്ക് തുണി പോലും ഇല്ലാതാണ് നടക്കുന്നത്. അവരെ പൂജിക്കാനും അവരുടെ വിഗ്രഹങ്ങളെ പൂജിക്കാനായിട്ട് ഒരുപാട് മണ്ടന്മാരും ഉണ്ട്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഒരുപാട് പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നെഹ്റു വന്നു, ജവഹർലാൽ നെഹ്റു വന്നു, ഇന്ദിരാഗാന്ധി വന്നു, രാജീവ് ഗാന്ധി വന്നു, മൻമോഹൻ സിംഗ് വന്നു. ഇവരൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുരോഗമനം കിട്ടുന്ന കാര്യങ്ങളാണ്. ഇന്ത്യക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ നിരവധി ചെയ്തിട്ടാണ് ഇവർ പോയിട്ടുള്ളത്. ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും റെക്കോർഡ് കിട്ടിയ ഒരു പ്രധാനമന്ത്രിയാണ്. 3 തവണ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം. വന്നിട്ട് ഈ യുവാക്കളുടെ തൊഴിലിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യ മേഖലയിലും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്തിട്ടായിട്ട് കാണിക്കുന്നുണ്ടോ? പറയും. അവരിപ്പോൾ ഒരുപാട് പ്രൊമോഷൻസ് നടത്തുന്നുണ്ട്. ഈ നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ ഒരുപാട് പ്രൊമോഷൻ നടത്തുന്നുണ്ട്. 10,000 കോടിയുടെ വികസനങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ തട്ടിപ്പാണ്, നമ്മളെ പറ്റിക്കുകയാണ്. ഇപ്പം ഇവരെ പോലുള്ള ആളുകൾ കാരണം നല്ല BJP പ്രവർത്തകരുണ്ടല്ലോ, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന നല്ല BJP പ്രവർത്തകരുണ്ട്. അവർക്ക് ഇവരെ പോലുള്ള ആളുകൾ കാരണം നാണക്കേടൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ കുട്ടികൾ പ്രതിഷേധിക്കുന്നു. ഞാനും അതിൽ ഉൾപ്പെട്ട ഒരാളാണ്. ഞാനും ഒരു കോക്രോച്ചാണ്. കാരണം നാളെ എൻ്റെ ഭാവി ഇന്ത്യയിൽ എന്താകും ഒന്നും എനിക്കറിയത്തില്ല. കാരണം തൊഴിലുകളില്ല. ഒരുപാട് കുട്ടികൾ തൊഴിലില്ലാത്തതുകൊണ്ട് സ്വിഗ്ഗി, സൊമാറ്റോ ഇതുപോലുള്ള കാര്യങ്ങൾ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രശ്നങ്ങളും പ്രഷറും ഒക്കെ വളരെ കൂടുതലാണ്. തുച്ഛമായ ശമ്പളത്തിന് വലിയ ഭാരം തലയിലേക്ക് വെച്ച് കൊടുക്കും. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് മാറണം. വിദ്യാർത്ഥികളുടെ ജീവിതം നന്നായി മാറണം. അതുപോലെ തന്നെ ഈ പ്രശ്നം ഇപ്പം ഇന്നലെയാണ് മറ്റ് പാർട്ടിക്കാർ ഏറ്റെടുത്തത്. നമ്മുടെ ഈ ഇന്ത്യയിലുള്ള ഒരു സെലിബ്രിറ്റി പോലും, ഫിലിം സ്റ്റാർസ് ആണെങ്കിലും സ്പോർട്സ് അത്ലറ്റ്സ് ആണെങ്കിലും ഇവരാരും ഒരു തരത്തിലൊരു പ്രതിഷേധവും ട്വിറ്റ് ചെയ്യുകയോ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് ആവശ്യമെന്ന് വെച്ചാൽ പണമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ സൂപ്പർ ഹീറോസായിട്ട് എടുക്കുന്നത് ഈ സ്പോർട്സുകാരെയും സിനിമാക്കാരെയൊക്കെയാണ്. അവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൂപ്പർ ഹീറോസ് എന്നൊക്കെ നമ്മൾ വെക്കുന്നുണ്ട്. സത്യത്തിൽ ഇവർ ജീവിക്കുന്നത് വിദേശ രാജ്യങ്ങളാണ്. ഇപ്പം നമ്മൾ വിരാട് കോഹ്ലി എടുക്കാം. വിരാട് കോഹ്ലി ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടതാണ്. അതിൻ്റെ അകത്ത് ഒരാൾ പറഞ്ഞ സത്യമാണ്. വിരാട് കോഹ്ലി ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആണെങ്കിലും ഇയാൾ താമസിക്കുന്നത് ലണ്ടനിലാണ്. അതുപോലെ തന്നെ ദുരന്തർ സിനിമയിലെ R മാധവ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള നരേന്ദ്രമോദിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ജീവിക്കുന്നത് ദുബായിലാണ്. അവർക്കൊക്കെ അറിയാം ഇത് സേഫ് അല്ല. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ ലാലേട്ടൻ ഇദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞാണ് നരേന്ദ്രമോദി നല്ലൊരു ലീഡറാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, നല്ലൊരാളാണ്, ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഉള്ള മനുഷ്യനാണ്, നല്ലൊരു പെരുമാറ്റമൊക്കെയാണെന്ന് അദ്ദേഹത്തെ ഒരുപാട് പൊക്കി പറഞ്ഞു. പക്ഷേ ഈ ലാലേട്ടനടക്കം ജീവിക്കുന്നത് മിക്കപ്പോഴും അവർ താമസിക്കുന്നത് വിദേശ രാജ്യങ്ങളാണ്. അദ്ദേഹം ഇപ്പോൾ ബിഗ് ബോസിൽ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ US-ലാണ്. അതുപോലെ തന്നെ വിഷുവിൻ്റെ ഒരു ന്യൂസിലൊരു ഒരു ഫോൺ കോളിൽ അദ്ദേഹം പറഞ്ഞ് US-ലാണെന്ന്. അതുപോലെ തന്നെ പേട്രിയോട്ടിൻ്റെ പ്രൊമോഷൻ്റെ അകത്ത് വീഡിയോ ചാറ്റുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം ന്യൂയോർക്കിലാണ്. പിന്നെ ഫിഫ വേൾഡ് കപ്പിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ട് അദ്ദേഹവും അപ്പോഴും ന്യൂയോർക്കിലാണ്. അദ്ദേഹമൊക്കെ കൂടുതൽ സമയം ജീവിക്കുന്നത് US അതുപോലുള്ള രാജ്യത്തിലാണ്. കാരണം അവർക്ക് അവിടെ സുഖവും സൗകര്യങ്ങളും സമാധാനമുണ്ട്. അവർക്കറിയാം ഇന്ത്യയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. അതുപോലുള്ള നിരവധി ബോളിവുഡ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ബോളിവുഡുകാരാണ്. അവർക്കാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ്. അവരെല്ലാവരും ജോലിയുടെ കാര്യത്തിൽ മാത്രമേ അവരുടെ നാട്ടിൽ അവർ വരത്തുള്ളൂ. ബാക്കി സമയങ്ങളെല്ലാം ചിലവഴിക്കുന്നത് വിദേശ രാജ്യങ്ങളാണ്. US-ലും കാനഡയിലും UK-ലും ജർമ്മനിയിലും സ്വിറ്റ്സർലാൻഡിലും അതുപോലുള്ള ഫിൻലാൻഡ് ഇവിടെയൊക്കെയാണ് ഇവർ ബാക്കി ജീവിതം ജീവിക്കുന്നത്. ഇവരാരും ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ട് പോലും ഈ കോക്രോച്ചുകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല, വന്നിട്ടില്ല. ഇവർക്ക് ആവശ്യം പണമാണ്, നമ്മുടെ പണമാണ്. അതിനുവേണ്ടി ഇവർ പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും. കക്കൂസ് എഴുതുന്ന ഹാർപ്പിക്ക് തൊട്ട് പാൻ പരാഗ് വരെ അവർ പൈസയ്ക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യും. ഇവർക്ക് ആവശ്യം പണമാണ്. അല്ലാതെ നമ്മളുടെ
ജീവിതം അല്ലെങ്കിൽ ഇവിടെ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കാനായിട്ടൊന്നും ആർക്കും താല്പര്യമില്ല. പിന്നെ ഈ ബോളിവുഡിലുള്ള ഈ സെലിബ്രിറ്റീസ് കൂടുതലും ഈ നരേന്ദ്രമോദി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ, ഞാൻ ഇപ്പോൾ ശില്പ ഷെട്ടിയുടെ ഒക്കെ ഇത് കണ്ടായിരുന്നു, ഞാൻ ഈ ഹിന്ദുവാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇത് പ്രസംഗം. അതുപോലെ നിരവധി ആളുകൾ സെലിബ്രിറ്റീസൊക്കെ ഈ നരേന്ദ്രമോദിയാണ് സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങളല്ല, അവർക്ക് പണമാണ് ഏറെ വരുന്നത്. കോക്രോച്ചുകളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കേട്ടതാണ് രാഹുൽ ഗാന്ധി അടുത്ത് ഒരാൾ, എനിക്ക് തോന്നുന്നു ഒരു BJPയുടെ ഒരാൾ വന്ന് പറഞ്ഞ് ഇത് സംസാരിക്കാം, പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി നടക്കില്ല, മറ്റേതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ആ കോക്രോച്ചുകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ്. കാരണം നീറ്റ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്നു. ഇപ്പോൾ ഈ ഒന്നും കൂടെ പരീക്ഷ നടത്തുന്ന സമയത്ത് ഇന്ത്യയിൽ ടെലിഗ്രാമൊക്കെ ബ്ലോക്കായിരുന്നു, പ്ലേ സ്റ്റോറിലൊന്നും അവൈലബിൾ അല്ല. പരീക്ഷകൾ കഴിഞ്ഞിട്ടാണ് ടെലിഗ്രാം വീണ്ടും വന്നത്. ടെലിഗ്രാം വഴിയൊക്കെ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് എല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ 2022 ശ്രീലങ്കയിൽ ശ്രീലങ്കൻ ഗവൺമെൻറ്റിനെതിരെ ശ്രീലങ്കൻ ജനങ്ങൾ പ്രതിഷേധിച്ചത് അന്ന് ഒരുപാട് ഇതായിരുന്നു. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ, നേപ്പാളിൽ, ഇപ്പോൾ 2026 ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ യുവാക്കളുടെ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും, അതിൽ മുതിർന്ന ആളുകളുമുണ്ട്, എല്ലാവരുടെയും ഒരു സംഘടന വന്ന് സെൻട്രൽ ഗവൺമെൻറ്റിന് എതിരെ അവരുടെ നിയമങ്ങളും നിലപാടുകൾക്കെതിരെ പ്രതിഷേധിക്കുകയാണ്. അതിലൊരാൾ ഞാനുമുണ്ട്. ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത്, കോക്രോച്ചിൻ്റെ കൂടെ നിൽക്കുന്നതാണ്. ഞാനും ഒരു കോക്രോച്ചാണ്. നിങ്ങളും നമ്മളെല്ലാവരും ഇതിനുവേണ്ടി പ്രതിഷേധിക്കണം, അവരുടെ കൂടെ നിൽക്കണം. മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. മലയാളികൾ ഇപ്പം രഞ്ജിനി ഹരിദാസ് ഇവരൊക്കെ അവിടെ പോയി പ്രതിഷേധിക്കുകയാണ്. കാരണം അറിയാമല്ലോ, നമ്മുടെ ഭാവിയും വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ചിലവർക്കൊരു കോമഡിയായിട്ട് കാണാം. ഇപ്പം ഇത് കാണുന്ന ഈ ധർമ്മേന്ദ്ര പ്രധാനും അതുപോലെ പ്രധാനമന്ത്രിയൊക്കെ ഈ കൊട്ടാരത്തിലിരുന്ന് സുഖമായിട്ടിരുന്ന് ഇത് കാണുകയാണ്, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇത് കാണുകയാണ്, ആസ്വദിക്കുകയാണ്. ഒരു തരത്തിലും അതേ ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് പോലും ഒന്നും സംസാരിച്ചിട്ട് പോലില്ല, ഒരു പ്രസ് കോൺഫറൻസ് നടത്തി ഒന്നും സംസാരിച്ചിട്ട് പോലില്ല. അവിടെ തെരുവുകളിൽ കുട്ടികൾ വീഴുകയാണ്, തലക്കടി കൊണ്ട് എത്രയോ കുട്ടികൾ ഹോസ്പിറ്റലിലാണ് ഇപ്പം. അങ്ങനെ നിരവധി കുട്ടികൾ പരിക്കേറ്റ് തെരുവുകളിൽ കിടക്കുകയാണ്. പട്ടിയെ പോലെയാണ് പോലീസുകാർ അവരെ തല്ലിച്ചതയ്ക്കുന്നത്. അതിന് ഇരട്ടിയായിട്ട് പോലീസുകാർക്ക് ആ പിള്ളേർ കൊടുക്കുന്നുണ്ട്. അല്ലാതെ അവരെ അടി മേടിച്ച് നിൽക്കുന്നവരല്ല, അടി തിരിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കല്ലുകൾ പോലീസുകാരെ എറിയുന്നു, തിരിച്ചടി വടി കൊണ്ട് അടി കൊടുക്കുന്നു, തട്ടി താഴെ ഇടുന്നു, എന്നിട്ട് ചവിട്ടി കൂട്ടുന്നു, അങ്ങനെ തിരിച്ചടി അവന്മാർ കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പിള്ളേർ അവിടെ കിടന്ന് പോലീസിൻ്റെ മൃഗീയമായിട്ടുള്ള അടി കൊണ്ട് വീഴുകയാണ്. അവന്മാർ തിരിച്ചടിക്കണ്ടേ, അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ അവരുടെ ആവശ്യം ഈ 3 കാര്യങ്ങളും തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ നടത്തി കൊടുക്കണം. അത് പാസ്സാക്കാതെ അവരൊരിക്കലും പിന്മാറത്തില്ല. അതിനു വേണ്ടി അവർ പോരാടുകയാണ്. ഈ സോനം വാങ്ചക് എന്ന് പറഞ്ഞ പരിസ്ഥിതി പ്രവർത്തകൻ 18 ദിവസമായിട്ട് നിരാഹാര സമരത്തിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ഞാൻ കണ്ടു. 20% അദ്ദേഹം മരണപ്പെട്ട രീതിയിലാണ് കഴിയുന്നതെന്ന്, ഭക്ഷണം പോലും കഴിക്കാതെ. അവരുടെയൊക്കെ കണ്ണീര് നിങ്ങൾ കാണണം. ഈ ധർമ്മേന്ദ്ര പ്രധാനെ പറഞ്ഞു വിടണം, അദ്ദേഹത്തെ രാജിവെച്ച് പുറത്താക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. നമ്മുടെ രാജ്യത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവും ജീവിതവും സുരക്ഷിതമാക്കി കൊടുക്കണം. അവരുടെ ഭാവി ഈ രാജ്യത്തിൽ സുരക്ഷിതമാക്കണം. ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ് പുതുതലമുറ. അവരുടെ ജീവിതം കുറച്ച് ആളുകൾ ചേർന്ന് നശിപ്പിക്കരുത് എന്ന അപേക്ഷയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നല്ല മാറ്റങ്ങളുണ്ടാവും, അത് തീർച്ചയായിട്ടും നടക്കും. നമ്മുടെ രാജ്യത്തിന് നല്ലൊരു പ്രധാനമന്ത്രിയും നല്ലൊരു ഭരണകൂട്ടവും മന്ത്രിസഭയൊക്കെ ഉണ്ടാകും. അത് ഞാൻ സ്വപ്നം കാണുന്നു. അപ്പം എല്ലാവരും എൻ്റെ വാക്ക് കേട്ടതിലും അതുപോലെ തന്നെ
സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ജയിക്കും.